ഞാനിത് നല്ല പഴുത്ത നേന്ത്രപ്പഴമാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പഴത്തിൻ്റെ ഒരു തൊലിയൊക്കെ ഇങ്ങനെ കറുത്ത് വരുമ്പോൾ കുട്ടികൾക്കൊന്നും അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടും റമദാനിലെ ഇഫ്താർ സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇതാ തൊലിയൊക്കെ കളഞ്ഞ ഇതുപോലെ 3 പഴം എടുത്തിട്ട് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഈ പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മളെ പഴമൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1-2 ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ, 1 മുട്ട, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്റർ കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യാതെ നേരെ മിക്സിയിലിട്ടിട്ട് വേണമെങ്കിലും അടിച്ചെടുക്കാം. മൈദയും മുട്ടയും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയേ. അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒന്നിങ്ങനെ ബ്രഷ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മൾ 1-2 തവി മാവ് ഒഴിച്ചിട്ട് ദോശ പോലെ തന്നെ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. ഈ ദോശ ഒരുപാടങ്ങ് മൊരിയാനൊന്നും നിൽക്കണ്ട കേട്ടോ. ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വിട്ട് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിടാം. എന്നിട്ട് നമുക്ക് അത് നേരെ പാനിൽ നിന്ന് എടുക്കാം കേട്ടോ. ഈ ദോശ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ടൈപ്പ് ദോശയാണ്, മുട്ടയും മൈദയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി മാവ് കൊണ്ട് ദോശ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചൂടാറുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഫില്ലിങ് ഒരുപാട് അങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു ദോശയുടെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് 1-2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സൈഡിൽ നിന്ന് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ തിരിച്ചു ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ദോശ ചൂടാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റിക്കായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൈദൻ്റെ ജസ്റ്റ് ഒരു ബാറ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് സൈഡിലൊക്കെ ഒട്ടിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളിതാ ഫസ്റ്റത്തെ ബോക്സ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോ ദോശ ഇങ്ങനെ അവിടെ ചുട്ടിട്ട് എടുക്കുന്ന സമയത്തേക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മളിവിടെ 5 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. ഇതിന് കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1 മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്ക് പാലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മുട്ട ലാഭിക്കാം. കാരണം മുട്ടയും പാലും കൂടി ആകുമ്പോൾ ഒന്ന് ഒരു ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പാല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ, അപ്പം പാലും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല, കാരണം ഫില്ലിങ്ങിലും ആ ഒരു ദോശയിലൊക്കെ മധുരം ഉള്ളതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് നെയ്യ് ആക്കിയിട്ടുള്ള പാനിൽ നമ്മളൊന്നിങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നെയ്യ് തന്നെ ആക്കി കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ 2 സൈഡൊന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ നമുക്ക് കുറച്ച് നെയ്യൊന്നിങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പഴമൊക്കെ പഴുത്ത് വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഇങ്ങനെ ഫില്ലിങ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ദോശ ഉണ്ടാക്കിയിട്ട് ഫില്ലിങ് വെച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റും ആയിട്ടുള്ളതാണ്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് ചെറുതാക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ചെറിയ ദോശ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഒരുപാട് അങ്ങ് ഫില്ലിങ് വെക്കുന്ന സമയത്ത് പിന്നെ ആ ഒരു പെട്ടെന്ന് ദോശ അങ്ങ് മുറിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള നമ്മളുടെ പഴത്തിൻ്റെ പെട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിതാ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ദോശ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.